അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 7 ആയത്ത് വരെ ഓതി തജ്വീദ് നിയമം ഒക്കെ മനസ്സിലാക്കിയല്ലേ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്ന് 8ാമത്തെ ആയത്തൊന്ന് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫലാ തുതിഇൽ മുകദ്ദിബീൻ. ഓക്കെ, നമുക്ക് ഇതിൻ്റെ തജ്വീദ് നിയമം ഒന്ന് നോക്കാം കേട്ടോ. ഫല, ലാമിൻ്റെ ഉള്ളിൽ ഒരു അലിഫ് ഉണ്ട് അല്ലേ. എന്തിനാണ് ഈ അലിഫ് ഇടുന്നത്? 2 ഹറക്കത്ത് നീട്ടിക്കൊടുക്കാൻ, 2 അനക്കം നീട്ടി ഓതി കൊടുക്കുക കേട്ടോ. ഫല, ഒരുപാട് നീട്ടേണ്ട ആവശ്യമില്ല, ഫല അത്രേ മതി കേട്ടോ. ഫലാ തുതിഇൽ, ഫലാ തുതിഇൽ മുകദ്ദിബീൻ. മുകദ്ദിബീൻ, ദാലിൻ്റെ മുകളിൽ ശ്രദ്ധയുണ്ട്, എന്ത് ചെയ്യണം? കനപ്പിച്ചോതി കൊടുക്കുക കേട്ടോ. മുകദ്ദിബീൻ. യാ മദ് ഉണ്ട്, എന്ത് ചെയ്യാം? യാ മദ് മാത്രം, യാ മദ് വന്നാൽ നീട്ടി ഓതി കൊടുക്കുക എന്നുള്ളതാണ്. അവിടെ 2 ഹറക്കത്ത് നീട്ടുക എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ നൂനിലാണ് വഖഫ് ചെയ്യുന്നത് അല്ലേ. നൂനിന് സുക്കൂന് കൊടുത്ത് വഖഫ് ചെയ്ത് നിർത്തുകയാണ്. അപ്പം നമ്മൾ 2 അനക്കം നീട്ടിയാൽ പോരാ, അവിടെ നമ്മൾ 3ഓ 5ഓ അനക്കം നീട്ടി ഓതി നിർത്താവുന്നതാണ്. ഓക്കെ, ഇൻഷാ അല്ലാഹ് നമുക്ക് 9ാമത്തെ ആയത്തൊന്ന് ഓതി നോക്കാം. വദ്ദൂ ലൗ തുദ്ഹിനു ഫയുദ്ഹിനൂൻ. വദ്ദൂ ലൗ തുദ്ഹിനു ഫയുദ്ഹിനൂൻ. വദ്ദൂ, ഇവിടെ നോക്കൂ, ദാലിൻ്റെ മുകളിൽ ശ്രദ്ധ ഉണ്ട് അല്ലേ. എന്ത് ചെയ്യണം? കനപ്പിക്കണം. മാത്രമല്ല ദാലിൻ്റെ കൂടെ വാവു മദ് വന്നിട്ടുണ്ട്. അപ്പം നമ്മളവിടെ 2 ഹറക്കത്ത് നീട്ടി കൊടുക്കുകയും വേണം. ഓക്കെ, വദ്ദൂ, വദ്ദൂ, വദ്ദൂ. ഇവിടെ നോക്കൂ, ഒരു അലിഫ്, അലിഫിൻ്റെ മുകളിൽ സുക്കൂന് അല്ലേ. നമ്മൾ ഇത് വന്നാൽ, ഇതിന് പ്രത്യേകിച്ച് ആയത്തിൻ്റെ നടുക്ക് വന്നാൽ ഇതിനൊരു ശബ്ദമില്ല. ആയത്തിൻ്റെ നടുക്ക് വരികയാണെങ്കിൽ ഇതിന് ശബ്ദമില്ല. അപ്പം നമ്മൾ ഇതിനവിടെ ഒരു ശബ്ദവും തന്നെ കൊടുക്കേണ്ടതില്ല കേട്ടോ. വദ്ദൂ ലൗ തുദ്ഹിനു, ദാലിൻ്റെ മുകളിൽ സുക്കൂന് വന്നത് നോക്കൂ, ബ്ലൂ കളറിൽ. അപ്പോൾ അവിടെ ദാലിൻ്റെ മുകളിൽ സുക്കൂന് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഫുള്ള് സുക്കൂന് കൊടുക്കണം. നമ്മൾ മുകളിൽ ബ ഖോഫൊക്കെ പറഞ്ഞു അല്ലേ. ബനും ഖോഫിനൊക്കെ ഫുള്ള് സുക്കൂന് കൊടുക്കണം, ജീമിനൊക്കെ ഫുള്ള് സുക്കൂന് കൊടുക്കണം എന്ന് പറഞ്ഞു അല്ലേ. അതേപോലെ തന്നെ ഒരു ലെറ്ററാണ് ദാല്. ദാലിനും ഫുൾ സുക്കൂന് കൊടുക്കണം. തുദ്ഹിനു, തുദ്, ദ് ഫുൾ സുക്കൂൻ അവിടെ കൊടുക്കുക കേട്ടോ. തുദ്ഹിനു ഫയുദ്ഹിനൂൻ, തുദ്ഹിനു ഫയുദ്ഹിനൂൻ. ഇവിടെയും ദാലിൻ്റെ മുകളിൽ സുക്കൂൻ ഉണ്ട് അല്ലേ. അപ്പം 2 സ്ഥലത്തും ഫുൾ സുക്കൂന് കൊടുത്ത് ഓതുക കേട്ടോ. ഓക്കെ, ഫുൾ സുക്കൂന് കൊടുത്ത് നന്നായിട്ട് ഓതുക. ഫയുദ്ഹിനൂൻ. ഓക്കെ, നീട്ടി ഓതി വഖഫ് ചെയ്യുക കേട്ടോ. ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് 10ാമത്തെ ആയത്ത്. വലാ തുതിഅ കുല്ല ഹല്ലാഫിൻ മഹീൻ. നമുക്ക് ഇതിൻ്റെ തജ്വീദ് ഒന്ന് നോക്കാം കേട്ടോ. വല, വല, ലാം, ഈ രൂപത്തിൽ വരുന്ന ലാം അല്ലേ. ഈ ലാമിന് 2 ഹറക്കത്ത് നീട്ടിക്കൊടുക്കണം കേട്ടോ. ഇതിൻ്റെ കൂടെ അലിഫ് മദ് കൂടെ വരുന്നുണ്ട്. ലാമിൻ്റെ കൂടെ അലിഫ് മദ് കൂടെ വരുന്നുണ്ട് അല്ലേ. ഇത് അലിഫ് മദ് വരുന്നുണ്ട് ലാമിൻ്റെ കൂടെ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ല, 2 ഹറക്കത്ത് നീട്ടിക്കൊടുക്കണം കേട്ടോ. വല തൂത്യ, തൂത്യ, ഐനിൻ്റെ മുകളിൽ സുക്കൂന്. അപ്പോൾ തൂത്യ, തൂത്യ എന്ന് ഓതരുത് കേട്ടോ. തൂത്യ, തൂത്യ, ഹഫ് സുക്കൂന് കൊടുത്താൽ മതി കേട്ടോ. തൂത്യ. കുല്ല ഹല്ലാഫിൻ, ഹല്ല, ലാമിൻ്റെ മുകളിൽ ശ്രദ്ധയുണ്ട്, കനപ്പിക്കണം, നമുക്കറിയാം അല്ലേ. അതുപോലെ തന്നെ ലാമിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? അലിഫ് മദ് ഉണ്ട്. അപ്പോൾ അവിടെ 2 ഹറക്കത്ത് നീട്ടിക്കൊടുക്കുകയും വേണം, ഒന്ന് ശ്രദ്ധ കൊടുത്ത് ഒന്ന് കനപ്പിക്കുകയും വേണം. അപ്പോൾ ഹല്ല, ഹല്ല. ഓക്കെ, 2 അനക്കം നീട്ടിയാൽ മതി കേട്ടോ അലിഫ് മദ്ദിന്. ഹല്ലാഫിൻ മഹീൻ,
ഫിം. ഇവിടെ നോക്കി ഫഇൻ്റെ മുകളിൽ ഫഇൻ്റെ അടിയിൽ 2 കെസ്റ അല്ലേ, രണ്ടും ഒരുമിച്ചല്ല വന്നിട്ടുള്ളത് അല്ലേ, രണ്ടും വേറെ വേറെയാണ് വന്നിട്ടുള്ളത്, വിട്ട് വിട്ട് സെപ്പറേറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ ഹല്ലാഫിൻ എന്ന് ഓതൂല കേട്ടോ. ഹല്ലാഫിൻ ഹല്ലാഫിൻ ഹല്ലാഫിൻ. അവിടെ എന്ത് ചെയ്യണം, ഫിൻ എന്ന് വെളിവാക്കാൻ പാടില്ല കേട്ടോ. പിന്നെ ഈ ഒരു തെൻവീനിന് ശേഷം വന്നിട്ടുള്ള അക്ഷരം മീമാണ്. മീമിനെ അപ്പം നമ്മൾ ഇവിടെ ഓതി കൊടുക്കേണ്ടത് ഈ തെൻവീനിനെ മീമിലേക്ക് കൂട്ടിച്ചേർത്ത് ഓതണം. അപ്പം എങ്ങനെ ഓതും? ഹല്ലാഫിൻ മഹീൻ മഹീൻ. ഇവിടെ നീട്ടി ഓതി വഖഫ് ചെയ്യാം കേട്ടോ. ഇൻഷാ അല്ലാഹ് ക്ലാസ്സൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അസ്സലാമു അലൈക്കും.